കാണാതായ മലപ്പുറം താനൂർ സ്വദേശി ഇംതിയാസിനായി ബംഗളൂരു കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ഈ മാസം 7-ാം തീയതി ബംഗളൂരു സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഇംതിയാസ് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇംതിയാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കോളേജിൽ എത്തിയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ഇംതിയാസ് എവിടെയെന്ന് സംബന്ധിച്ച് പോലീസിന്? ശ്രുതി, നിലവിലിപ്പോൾ ലഭിച്ചിട്ടുള്ളത് ആ CCTV ദൃശ്യങ്ങളാണ്. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസ് അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെ താനൂരിൽ നിന്ന് ഇംതിയാസിന്റെ സുഹൃത്തുക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, ബംഗളൂരുവിലേക്ക് എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഇംതിയാസ് തന്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ബംഗളൂരുവിലേക്ക് പോയത്. കോളേജിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ കോളേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ബാംഗ്ലൂരിൽ എത്തിയ ഇംതിയാസ് അവിടെ നിന്ന് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഇംതിയാസിനെ സംബന്ധിച്ച് യാതൊരു വിവരവും കുടുംബത്തിനില്ല. അങ്ങനെയാണ് ഈ പരാതി ഉണ്ടാകുന്നതും ഒരു അന്വേഷണം നടക്കുന്നതും. അതിനൊടുവിലാണ് ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ CCTV ദൃശ്യങ്ങളാണ്. ബസ് സ്റ്റാൻഡിനകത്തുള്ള ശുചിമുറി ഉപയോഗിച്ച ശേഷം അവിടെ പുറത്തൊരു കസേരയിൽ ഇംതിയാസ് വന്നിരിക്കുന്നതും കാണാം. പക്ഷേ അതിനുശേഷം ഇംതിയാസിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ്. നിലവിലേതായാലും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മറ്റേതെങ്കിലും CCTV ദൃശ്യങ്ങളിൽ കൂടി ഇംതിയാസ് ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ ഒരു പരിശോധന പോലീസിൽ നിന്നുണ്ടാകുന്നു. മാത്രമല്ല അവിടെയുള്ള എല്ലാവരുമായി ബന്ധപ്പെടുന്നു. ഈ ഫോൺ നമ്പറൊക്കെ കേന്ദ്രീകരിച്ച്, ടവർ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നിലവിലേതായാലും പുരോഗമിക്കുന്നുണ്ട്. ശരി, ഇംതിയാസിനായുള്ള അന്വേഷണം തുടരുകയാണ്. ബംഗളൂരുവിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.